ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡ്രോപ്പ് ഷിപ്പിങ്ങിൻ്റെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഡ്രോപ്പ് ഷിപ്പിംഗ്, എങ്ങനെയാണ് ഡ്രോപ്പ് ഷിപ്പിംഗ് എന്നൊക്കെ ഉള്ളത് ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള നമ്മൾ ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് പ്രൊഡക്റ്റ് സെല്ല് ചെയ്യും, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഒരു നീഷ് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അത് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ടോപ്പിക്കാണ്, എന്ത് പ്രൊഡക്റ്റാണ്, ഇതൊക്കെ നമ്മൾ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നമ്മുടെ മാർക്കറ്റ് റിസർച്ച് നടത്തണം. മാർക്കറ്റിൽ എന്താണ് പ്രൊഡക്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഏത് ടോപ്പിക്കിലുള്ളത് പ്രൊഡക്റ്റാണ് ട്രെൻഡിങ്. അത് പല കാറ്റഗറി ഉണ്ട്. ഇപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം, ഫാഷനിൽ നമുക്ക് കുറേ പ്രൊഡക്ട്സ് സെല് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ഹോം ഡെക്കോറിൽ കുറേ പ്രൊഡക്ട്സ് സെല് ചെയ്യാൻ പറ്റും. ഇലക്ട്രോണിക്സിൽ കുറേ പ്രൊഡക്ട്സ് സെല് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ കിച്ചൺ എക്യുപ്മെൻറ്റ്സോ അല്ലെങ്കിൽ കിച്ചണിലുള്ള ചെറിയ ചെറിയ ഗാഡ്ജറ്റ്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സെല് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മളത് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നമ്മുടെ മാർക്കറ്റിനെ ഒന്ന് അനലൈസ് ചെയ്യണം. മാർക്കറ്റിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ടൂൾസ് ഇപ്പോൾ ഓൾറെഡി അവൈലബിൾ ആയിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നേരത്തെ മുതൽ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യുന്ന ഒരുപാട് പേര് യൂസ് ചെയ്യുന്നതും അങ്ങനെ ഒരുപാട് ലൈക്ക് പോരായ്മകളൊക്കെ വന്നിട്ടുള്ളതൊക്കെ ഫിക്സ് ചെയ്ത് ഒരുപാട് ടൂൾസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മുടെ ഗ്ലോ റോഡ് നമുക്ക് യൂസ് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ പ്രൊഡക്ട്സ് ലൈക്ക് ഗ്ലോ റോഡ് എന്ന് പറയുന്നത് ഒരു സപ്ലയർ പോലത്തെ ഒരു സംഭവമാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് പ്രൊഡക്ട്സ് ഡ്രോപ്പ് ഷിപ്പിങ്ങിൽ നമ്മളിപ്പോൾ പ്രൊഡക്ട്സ് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സപ്ലയർ പോലെ നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഗ്ലോ റോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്ലോ റോഡ് നമുക്ക് യൂസ് ചെയ്യാം ട്രെൻഡിങ് പ്രൊഡക്ട്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗൂഗിളിലെ ട്രെൻഡ്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, അത് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഈ ആമസോണിലെ ബെസ്റ്റ് സെല്ലിംഗ് പ്രൊഡക്ട്സ്, ഫ്ലിപ്കാർട്ടിലെ ബെസ്റ്റ് സെല്ലിംഗ് പ്രൊഡക്ട്സ്, അതുപോലെ മീഷോ പോലെ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ബെസ്റ്റ് സെല്ലിംഗ് പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് നോക്കിയിട്ട് അതൊക്കെ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുക. നമ്മുടെ ടോപ്പിക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് എടുക്കണം. മറ്റൊരു മെത്തേഡാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് എന്നൊക്കെ പറയുന്നത്. ഇൻസ്റ്റാഗ്രാമിലും അല്ലെങ്കിൽ ഫേസ്ബുക്കിൻ്റെ ഒക്കെ ഫീഡുകളിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ട്രെൻഡിങ് പ്രൊഡക്ട്സ് എന്നൊക്കെ പറഞ്ഞ് ഹാഷ്ടാഗുകൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രെൻഡിങ് പ്രൊഡക്ട്സ് കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ പലരും ഇതിനെപ്പറ്റി വീഡിയോസ് ചെയ്യുന്നത്, ഏതൊക്കെ പ്രൊഡക്റ്റിനാണ് കൂടുതൽ റീച്ച് ഉള്ളത്, ഏതൊക്കെ പ്രൊഡക്ട്സ് ആണ് കൂടുതൽ. നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ് കാണുകയാണ് അല്ലെങ്കിൽ ഒരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കമൻസ് ഒക്കെ എടുത്ത് നോക്കാം. കാര്യം ആൾക്കാർ എത്ര പേര് അതിന് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെ നോക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും ഒരു പ്രൊഡക്റ്റിൻ്റെ റീച്ച് എന്താണ് എന്നുള്ളതൊക്കെ. പിന്നെ നമ്മൾ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യമാണ് നമ്മുടെ പ്രൊഡക്റ്റ് എപ്പോഴും ഒരു പ്രോബ്ലം സോൾവിങ് പ്രൊഡക്റ്റ് ആയിരിക്കണം. നമ്മൾ എല്ലാ ദിവസവും ഡേ ടു ഡേ ലൈഫുകളിൽ നമ്മൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഓരോ ഇഷ്യൂസൊക്കെ ഫേസ് ചെയ്യാറുണ്ട്. ലൈക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഇങ്ങനെയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പല പ്രൊഡക്ട്സും നമ്മൾ ലൈക്ക് ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെ ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടല്ലേ. അപ്പം അങ്ങനെ ഓരോ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊഡക്ട്സാണ് നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റുകൾക്ക് നമുക്ക് നല്ലൊരു എന്താ പറയുക ഒരു സെയിൽ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ എപ്പോഴും ഒരു പ്രോബ്ലം സോൾവിങ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. പിന്നെ നമ്മളൊരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ് കോമ്പറ്റീഷൻ. നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ ആ പ്രൊഡക്റ്റിന് എന്താണ് കോമ്പറ്റീഷൻ എന്നുള്ളത്. കാര്യം ഇപ്പോൾ ഓൾറെഡി ചിലപ്പോൾ ഈ പ്രൊഡക്റ്റ് ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ ഒക്കെ പോലുള്ള പ്ലാറ്റ്ഫോമുകളിലൊക്കെ സെല് ചെയ്യുന്നുണ്ടാകും. അപ്പോൾ അതിൽ പോയി നോക്കിയിട്ട് നമ്മൾ ആ കോമ്പറ്റീഷൻ മനസ്സിലാക്കണം. പ്രൈസിങ്ങിൽ അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പ്രൈസിംഗ് ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്തതിന് ശേഷം മാത്രമേ ഒരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാൻ പാടുള്ളൂ. കാര്യം നമ്മൾക്ക് സപ്ലയർ ചെയ്യുന്ന ഒരു 100 രൂപയ്ക്ക് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഒരു 200 രൂപയ്ക്ക് വിൽക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ 200 രൂപയിലും താഴത്ത് ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ ആരെങ്കിലും അത് സെല് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആ പ്രൊഡക്റ്റ് ചൂസ് ചെയ്തിട്ടൊരു കാര്യമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഫ്ലിപ്കാർട്ടിൻ്റെ ആമസോണിൻ്റെയൊക്കെ ഡെലിവറി ടൈം എന്നൊക്കെ പറയുന്നത് വളരെ ചെറിയൊരു ടൈമാണ്. അവർക്ക് പെട്ടെന്ന് സാധനം കിട്ടും. അങ്ങനെ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറേ ടൂൾസ് ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. സെൽ ദ ട്രെൻഡ്, അല്ലെന്നുണ്ടെങ്കിൽ നീഷ് സ്ക്രാപ്പർ, അല്ലെന്നുണ്ടെങ്കിൽ ഡ്രോപ്പ് ഷിപ്പ് .io ഇങ്ങനെയുള്ള ടൂൾസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് ഒക്കെ കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് കണ്ടുപിടിക്കുക, ഇതെല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം അത് നമ്മളൊരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാൻ പാടുള്ളൂ. കാര്യം എപ്പോഴും നമ്മുടെ പ്രൊഡക്റ്റ് ഒരു വിന്നിംഗ് പ്രൊഡക്റ്റ് ആയിരിക്കണം. കാര്യം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് വേസ്റ്റ് ആവും, നമ്മുടെ ടൈം വേസ്റ്റ് ആവും, എല്ലാം നമ്മൾ വേസ്റ്റ് ആക്കി കളയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുമ്പോഴത്തേക്ക് വേറെ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് എപ്പോഴും ഒരു 30-50% മാർജിൻ നമുക്ക് തരുന്നതായിരിക്കണം. അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെ കറണ്ട് മാർക്കറ്റ് വാല്യൂ നിങ്ങൾ അനലൈസ് ചെയ്യണം. ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് 100 രൂപയ്ക്ക് മേടിച്ച് 200 രൂപയ്ക്ക് നമ്മളത് സെല് ചെയ്യാൻ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു 50% മാർജിൻ ഞാൻ എടുക്കുന്നുണ്ട് ആ പ്രൊഡക്റ്റിൻ്റെ. അപ്പോൾ ആ 50% മാർജിനിൽ ഞാൻ ആ സാധനം സെല് ചെയ്യുമ്പോഴത്തേക്കും എനിക്കതിനകത്ത് നമ്മുടെ ഷിപ്പിങ്ങിൻ്റെ കോസ്റ്റ്, ഇപ്പോൾ സപ്ലയറിനുള്ള എമൗണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ആഡിൻ്റെ കോസ്റ്റ്, ഇതെല്ലാം നമ്മളതിനകത്ത് കവർ ആവണം. ഇതെല്ലാം കവർ ആയതിനു ശേഷം 50% പ്രോഫിറ്റ് എനിക്ക് കിട്ടണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ നോക്കിയിട്ട് വേണം നമ്മൾ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റിന് ഫസ്റ്റ് നമ്മൾ ഈ പറഞ്ഞ പോലെ കോമൺ ആയിട്ടുള്ള ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള
ഫ്ലിപ്കാർട്ട്, ആമസോൺ അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ പോയിട്ട് ഇങ്ങനെയുള്ള ഈ സെയിം പ്രോഡക്റ്റ് അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്ത് പ്രൈസിലാണ് ലിസ്റ്റ് ചെയ്തേക്കുന്നത് എന്നൊക്കെ നിങ്ങൾ കൺസിഡർ ചെയ്യുക. കൺസിഡർ ചെയ്തിട്ട് അതിൽ ലോവസ്റ്റ് പ്രൈസിൽ നമുക്ക് ഈ സാധനം സെല് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മളത് ചൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതാണ് മറ്റൊരു കാര്യം. നമ്മളിപ്പോൾ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുമ്പോഴത്തേക്കും കൺസിഡർ ചെയ്യേണ്ട മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് നമ്മുടെ മാർജിൻ എന്നുള്ളത്. പിന്നീടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും സപ്ലയറിനെ പറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യുക. നമ്മളൊരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്തു, സപ്ലയറിൻ്റെ കാര്യങ്ങൾ ലൈക്ക് സപ്ലയറിനെ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ അവർ പ്രൊഡക്ട്സ് ഇപ്പോൾ സെല് ചെയ്യുന്നുണ്ടാവും, പല പ്രൊഡക്ട്സ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ റിവ്യൂസൊക്കെ നോക്കുക. കാര്യം നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആയിരിക്കണം. അപ്പം ചില സമയങ്ങളിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി എന്താണെന്നുള്ള ഒരു ഐഡിയ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ തന്നെ ഈ പ്രൊഡക്റ്റ് നമുക്ക് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്തു, നമ്മൾ ക്വാളിറ്റി ചെക്ക് ചെയ്തതിന് ശേഷമായിരിക്കാം ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ആ പ്രൊഡക്റ്റ് സെല് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പ്രൊഡക്റ്റ് നമ്മളിപ്പോൾ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് മാർക്കറ്റിങ്ങിൽ ഉപകരിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ മാർക്കറ്റിങ്ങിൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുകയാണ്, ആ പ്രൊഡക്റ്റ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് നമുക്ക് മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ശരിക്കും. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി എപ്പോഴും കൺസിഡർ ചെയ്യുക ഒരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുമ്പോഴത്തേക്കും. പിന്നെ നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ലൈക്ക് ഡ്രോപ്പ് ഷിപ്പിങ്ങിൽ യൂസ് ചെയ്തിട്ട് 1.5 CR 2 CR അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയൊക്കെ ഈ പറഞ്ഞ പോലെ ഡ്രോപ്പ് ഷിപ്പിംഗ് യൂസ് ചെയ്തിട്ട് ജനറേറ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇതിലേക്ക് എത്രമാത്രം സത്യം ഉണ്ടെന്നുള്ളത് എനിക്കും അത്ര വലുതായിട്ടൊരു നിശ്ചയമൊന്നുമില്ല. അപ്പം എനിക്കതിനെപ്പറ്റി അറിയാത്തതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. സ്റ്റിൽ ഞാൻ പറയുകയാണ് ഇപ്പോൾ 1.6 CR അല്ലെങ്കിൽ 1.4 CR അല്ലെങ്കിൽ 2 CR ഒക്കെ അവർ ജനറേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് സെയിൽസ് ആണ്. അപ്പോൾ സെയിൽസിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആണ്. അപ്പം ചിലപ്പോൾ അതിൽ റിട്ടേൺസ് ഉണ്ടാവാം, റീഫണ്ട്സ് ഉണ്ടാവാം, അങ്ങനെ പല കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ 2 കോടി രൂപയ്ക്ക് അവർ സാധനം സെല്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് കുറച്ച് എമൗണ്ട് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയും കൂടി നിങ്ങൾ കൺസിഡർ ചെയ്യണം. ഈ പറയുന്നത് ടോട്ടൽ സെയിൽസിൻ്റെ വാല്യൂ ആണ് ഇവരൊക്കെ ഈ വീഡിയോസിൽ പറയണത്. അപ്പോൾ നമ്മൾ ഈ സംഭവം A to Z ലൈക്ക് ഫ്രം ദ വെരി ബിഗിനിങ് നമ്മൾ ഒന്നിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കൂട്ടത്തിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് എന്താണെന്നുള്ളത് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഞാൻ എൻ്റെ പ്രൊഡക്റ്റ് ഞാനിപ്പോൾ ഓൾറെഡി ഞാൻ പ്രൊഡക്റ്റ് അല്ല, എൻ്റെ ഒരു കാറ്റഗറി അതെന്താണ് എൻ്റെ നീഷ് എന്നുള്ളത് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്യാൻ പോകുന്നത് മെയിനായിട്ട് 2 കാറ്റഗറീസിലാണ്. ഹോം ഡെക്കോറും അതുപോലെ തന്നെ കിച്ചണിലുമാണ്. അതായത് കിച്ചൺ ഗാഡ്ജറ്റ്സ് പോലുള്ള സംഭവങ്ങളാണ് ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അത് വൺ ഓഫ് ദ ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. അപ്പോൾ നിങ്ങൾക്കും അത് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ എന്താ പറയുക പ്രൊഡക്റ്റ് ചൂസ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ഒരു മാർക്കറ്റ് പെർഫോമൻസ് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ മെറ്റ പോലുള്ള പ്ലാറ്റ്ഫോമുകളിലൊക്കെ നമുക്ക് ജസ്റ്റ് ഒരു ആഡൊക്കെ ടെസ്റ്റ് ആഡുകളൊക്കെ റൺ ചെയ്ത് നോക്കാവുന്നതാണ്. കാര്യം പ്രൊഡക്റ്റിൻ്റെ റീച്ച് എന്താണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാര്യം ചെറിയൊരു എമൗണ്ടിൽ നമ്മളൊരു അഡ്വർടൈസ്മെൻറ്റ് റൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൽ ഓർഡേഴ്സ് വരുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് ജസ്റ്റ് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഒരു പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാം അല്ലെങ്കിൽ എങ്ങനെ നീഷ് കണ്ടുപിടിക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ഒരു ഐഡിയ കിട്ടുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ ജസ്റ്റ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇനി അടുത്തൊരു വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഒരു സപ്ലയറെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മൾ അടുത്ത ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കണ്ടതിന് താങ്ക് യു. അപ്പോൾ നമ്മൾ എന്തായാലും ഈ സീരീസ് ഫുള്ള് ഒന്നിച്ച് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം എല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവുക.